ചെങ്കടലിന്റെ കരയിൽ നമ്മുടെ പിതാക്കന്മാർ ഭയപ്പെട്ടു. സങ്കീർത്തനം 106 എഴുതിയിരിക്കുകയാണ്, അവർ കർത്താവേ നിന്റെ മഹാദയയെ ഓർത്തില്ല, നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിച്ചില്ല, അതുകൊണ്ട് അവർ മത്സരിച്ചെന്നാണ്. അവർ പേടിച്ച് നിലവിളിച്ച് മോശയെ ചീത്ത പറഞ്ഞപ്പോൾ ദൈവം പറയണത് മത്സരമാണ്. എന്തുകൊണ്ട്? നിങ്ങൾ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കണ്ടതല്ലേ, ശക്തി അറിഞ്ഞതല്ലേ, എന്നിട്ടും എന്താ പേടിച്ചത്? നമ്മളെ പോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ പാപികളല്ലേ, കുറവുകളുള്ള മനുഷ്യരല്ലേ, ഈ പ്രതിസന്ധിയിൽ ദൈവം നമ്മളെ കൈവിട്ട് കളയുമോ? ദൈവം ശക്തിമാനാണെന്നുള്ളതിൽ ഡൗട്ടൊന്നുമില്ല. പക്ഷേ നമുക്ക് വേണ്ടി അതിപ്പോൾ എടുക്കുവോ? അവിടെയാണ് എഴുതിയിരിക്കുന്നത്, തൻ്റെ മഹാദയയെ അവരോർത്തില്ല. ഓർക്കണം, നിങ്ങളോട് ദയ കാണിച്ചില്ല പിന്നെ ആരോട് കാണിക്കും? പിശാച് ഒരു സൈഡിൽ നിന്ന് വരുന്നു, മറുവശത്ത് ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധി നിൽക്കുന്നു. ദൈവം കൈവിട്ട് കളയുകയല്ല. ദൈവം കൈവിട്ട് കളയുന്ന ആരെയാണ്? ഉള്ളിൽ കള്ളത്തരമുള്ളവരെയാണ്. നമ്മൾ അങ്ങനെയുള്ളവരാണോ? കുറവുകളുണ്ടാകാം, സാധാരണക്കാരായിരിക്കാം. പക്ഷേ മനഃപൂർവ്വമായി നമ്മൾ ആരെങ്കിലും ചതിക്കുന്നവരാണോ? മനഃപൂർവ്വമായിട്ട് നമ്മൾ ദൈവത്തെ ഉപേക്ഷിക്കുന്നവരാണോ? സഭയ്ക്ക് ദോഷം ചെയ്യുന്നവരാണോ? അല്ല. അതുകൊണ്ട് കർത്താവ് മഹാദയയിൽ വിശ്വസിക്കുക. നിങ്ങളുടെ കുറവിനെ നോക്കണ്ട, പോരായ്മയെ നോക്കണ്ട, നിങ്ങളുടെ വിശ്വാസക്കുറവിനെ നോക്കണ്ട, മറിച്ച് അവൻ്റെ മഹാദയ ഓർക്കുക. ആ മഹാദയാൽ അവൻ വീണ്ടെടുക്കും. അവിടെ ഇവർ വെറുതെറുത്തിട്ടും ദൈവം അവരെ രക്ഷിച്ചു. ഇപ്പോഴോ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുക. നമ്മുടെ കർത്താവ് മഹാകരുണയും മനസ്സലിയുമുള്ളവൻ. അവൻ്റെ ശക്തി അവർണ്ണീയം. ധൈര്യമായിരിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. നിങ്ങൾക്ക് വേണ്ടി ശത്രുവിനോട് ഇടപെടും.